മറന്നുപോയ ത്യാഗം, ഒരു സഹോദര ബന്ധത്തിന്റെ മൗനവേദന. ഇൻസ്പയർഡ് ബൈ എ ട്രൂ സ്റ്റോറി. കേരളത്തിലെ ഒരു ഗ്രാമം. വൈകുന്നേര തിരക്കുകളാൽ നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമകവല. കവലയിലെ പഴയ പെട്ടിക്കടയുടെ മുന്നിൽ കടക്കാരനും ഒരു നാട്ടുകാരനും സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് അവിടേക്കൊരാൾ നടന്നു വന്നത്. ഏകദേശം 55 വയസ്സു പ്രായമുള്ള ദിനേശൻ. ദിനേശൻ ദിവസവും കവലയിലേക്ക് പലതവണ മോട്ടോർസൈക്കിളിൽ വന്നിരുന്ന ആളായിരുന്നു അദ്ദേഹം. എപ്പോഴും ചിരിച്ചും പ്രസരിപ്പോടെയും സംസാരിക്കുന്ന ദിനേശേട്ടൻ ആ കവലയിലെ എല്ലാവർക്കും വളരെ പരിചിതനായ ആളായിരുന്നു. ദിനേശേട്ടനെ കണ്ടപ്പോൾ പെട്ടിക്കടക്കാരനൊന്ന് അത്ഭുതപ്പെട്ടു. കുറേ ദിവസമായല്ലോ ദിനേശേട്ടാ കണ്ടിട്ട്. ദിവസേന മോട്ടോർസൈക്കിളിൽ പലതവണ കവലയിലേക്ക് വരുന്ന ആളല്ലേ നിങ്ങൾ? മോട്ടോർസൈക്കിൾ എവിടെ? എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ദിനേശേട്ടൻ ആ ദിവസം പക്ഷേ അത്ര പ്രസന്നനല്ലായിരുന്നു. ഒരു ചെറിയ നിശ്വാസം വിട്ട് അദ്ദേഹം പതുക്കെ പറഞ്ഞു, ഇനി കുറച്ചുനാൾ മോട്ടോർസൈക്കിളിലെ യാത്രയുണ്ടാവില്ല. അതെന്താ ദിനേശേട്ടാ? ഗൾഫിൽ നിന്ന് ജോലി മതിയാക്കി നാട്ടിൽ വന്നപ്പോൾ വാങ്ങിയതല്ലേ ആ ബൈക്ക്? നിങ്ങളുടെ സന്തത സഹചാരിയായിരുന്നല്ലോ ആ ബൈക്ക്. കടക്കാരൻ വീണ്ടും ചോദിച്ചു. അതെന്താ ദിനേശേട്ടാ? അത് കേട്ട നിമിഷം ദിനേശേട്ടന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മോന്റെ കോളേജിലെ വാർഷിക ഫീസ് അടയ്ക്കാൻ പണം തികഞ്ഞില്ല. അതുകൊണ്ട് അത് വിറ്റു ഫീസ് അടച്ചു. അവരുടെ സംഭാഷണം ശ്രദ്ധിച്ചു കേട്ടുകൊണ്ടിരുന്ന ഒരു നാട്ടുകാരൻ ചോദിച്ചു, ഗൾഫിലുള്ള അനുജന്റെ വീട്ടിലെ കാർ പോർച്ചിൽ ഒരു ബുള്ളറ്റ് ബൈക്ക് ഇരിപ്പുണ്ടല്ലോ, തൽക്കാലം അതെടുത്ത് യാത്ര ചെയ്തുകൂടെ? ദിനേശേട്ടൻ ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ ശാന്തമായി പറഞ്ഞു, അത് ബുള്ളറ്റല്ലേ, എനിക്കത് ഓടിക്കാൻ അറിയില്ല. അത് കേട്ടപ്പോൾ കടക്കാരൻ ചിരിക്കുകയായിരുന്നു. ദിനേശേട്ടാ, നിങ്ങൾ ബുള്ളറ്റ് ഓടിക്കില്ല എന്ന് എന്നോട് പറയല്ലേ? പണ്ട് നിങ്ങളുടെ ഈ അനുജന് ബൈക്ക് വാങ്ങിക്കൊടുത്ത് നിങ്ങൾ ഗൾഫിൽ പോയപ്പോൾ ആ ബൈക്ക് വിറ്റിട്ട് അനുജൻ ബുള്ളറ്റ് വാങ്ങിയത്. പിന്നീട് നിങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ആ ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് നടന്നേ. അത് കേട്ടപ്പോൾ ദിനേശേട്ടൻ ഒന്നും പറയാതെ നിന്നു. ഒരു നിമിഷം മിണ്ടാതിരുന്ന ശേഷം അദ്ദേഹം പറഞ്ഞു, ഒരു പാക്കറ്റ് ഉപ്പെടുത്തു, പോയിട്ട് ഒരു അത്യാവശ്യം. കടക്കാരൻ ഉപ്പിന്റെ പാക്കറ്റ് കൊടുത്തു. ദിനേശേട്ടൻ അത് വാങ്ങി ശാന്തമായി നടന്നുപോയി. അയാൾ നടന്നകന്നു പോകുന്നത് നോക്കി നിന്നുകൊണ്ട് കടക്കാരൻ നാട്ടുകാരനോട് പതുക്കെ പറഞ്ഞു, ഏകദേശം 30 വർഷത്തോളം കുടുംബത്തിന് വേണ്ടി ഗൾഫിൽ കഷ്ടപ്പെട്ട് ജോലി ചെയ്തയാളാണ് ദിനേശേട്ടൻ. നാട്ടിൽ വന്നിട്ട് പല ബിസിനസ്സും ചെയ്തു നോക്കി, പക്ഷെ ഒന്നും ശരിയായില്ല. സഹോദരന്മാരെല്ലാം വലിയ നിലയിലായി, സ്വന്തമായി വീടുകൾ ഉണ്ടാക്കി. ഇപ്പോൾ ദിനേശേട്ടനും ഭാര്യയും മക്കളും തനിച്ചാണ് ജീവിക്കുന്നത്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ദിനേശേട്ടന്റെ മനസ്സ് അറിയാതെ ഇന്നലെയിലേക്ക് തിരിഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം തന്റെ അനുജനെ ഫോണിൽ വിളിച്ചത്. മോന്റെ കോളേജ് ഫീസ് അടക്കാൻ പണം തികഞ്ഞില്ല, ഞാൻ മോട്ടോർ വിറ്റു. തൽക്കാലം നിന്റെ ബുള്ളറ്റ് ഞാൻ ഉപയോഗിച്ചോട്ടെ. ഫോണിന്റെ മറുവശത്ത് നിന്ന് അനുജന്റെ ശബ്ദം കേട്ടു. അത് വേണ്ട ഏട്ടാ, ഏട്ടൻ അത് ശരിയായി ഓടിക്കാൻ അറിയില്ല, എനിക്ക് അല്പം തിരക്കുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. അത്ര പറഞ്ഞ് ഫോൺ കട്ടായി. ഫോൺ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ചുനേരം ദിനേശേട്ടൻ മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ കസേരയിലിരുന്നു. അയാളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഒന്നൊന്നായി തെളിഞ്ഞു വന്നു. ഗൾഫിലുള്ള കാലത്ത് അനുജന് ബൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ബൈക്ക് വാങ്ങിക്കൊടുത്തതും, കാറ് വേണമെന്ന് പറഞ്ഞപ്പോൾ കാറ് വാങ്ങിക്കൊടുത്തതും, മ്യൂസിക് സിസ്റ്റം വേണമെന്ന് പറഞ്ഞപ്പോൾ 2 മാസത്തെ ശമ്പളം കൂട്ടിച്ചേർത്ത് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മ്യൂസിക് സിസ്റ്റം വാങ്ങിക്കൊടുത്തതും, ഗിറ്റാർ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ പഠിക്കാനും ഗിറ്റാർ വാങ്ങാനും പണം കൊടുത്തതും. അങ്ങനെ അനുജൻ പറഞ്ഞ പല ആഗ്രഹങ്ങളും തൻ്റെ ശേഷിക്കും അപ്പുറം പോലും നിറവേറ്റിക്കൊടുത്ത ഓരോ കാര്യങ്ങളും അയാൾ ഓർത്തിരുന്നു. ഇന്ന് ജീവിതം മുഴുവൻ കുടുംബത്തിനു വേണ്ടി കഷ്ടപ്പെട്ട ആ മനുഷ്യൻ സാമ്പത്തികമായി തകർന്നിരിക്കുകയാണ്. ജീവിതം ഇനി എങ്ങോട്ട് പോകുമെന്ന് പോലും അറിയാതെ ദിനേശേട്ടൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ആ ശ്വാസത്തിൽ വർഷങ്ങളായുള്ള പരിശ്രമവും നിറവേറ്റിയ സ്വപ്നങ്ങളും കുടുംബത്തിനു വേണ്ടി ജീവിച്ച ജീവിതത്തിന്റെ മുഴുവൻ ഓർമ്മകളും വേദനയും ഒളിഞ്ഞിരുന്നു. എഴുതിയത് റഷീദ് തൊഴിയൂർ, ഫ്യൂഷൻ ഫ്ലിക്സ് മീഡിയ. ഇതുപോലെയുള്ള യഥാർത്ഥ ജീവിത കഥകൾ അറിയാൻ ഞങ്ങളെ പിന്തുടരൂ.